പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവിൽ പ്രിയമുള്ളവർ, പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുവാൻ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. എങ്കിൽ ദൈവം നമ്മെ എപ്രകാരമാണ് കരുതുന്നെന്ന് സ്നേഹിക്കുന്നൊക്കെ അറിയുവാൻ വേണ്ടിയുള്ള ഒരു വചനഭാഗമാണ് ഇന്ന് അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 63:8 ഇപ്രകാരം വായിക്കുന്നുണ്ട്: എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലതുകൈ എന്നെ താങ്ങി നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയും ആ സമയത്ത് ഈശോ വലത് കൈകൊണ്ട് എന്നെ താങ്ങി നിർത്തുകയും ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നു. ആ ഒരു അനുഭവം ഇന്നത്തെ ദിവസം കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവർ, ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ വാക്യം എന്താ? ഒട്ടിച്ചേർന്നിരിക്കുന്നു. അത് ദൈവമായിട്ട് ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വിവാഹിതരായ ദമ്പതിമാരുടെ അടുപ്പത്തെ, ആ സ്നേഹത്തെ സൂചിപ്പിക്കാൻ ഉൽപ്പത്തിയിൽ പറയുന്നതാണ്. ആ ഒരു ബന്ധമാണ് ഈശോയുമായിട്ട് നമുക്കുണ്ടാകേണ്ടത്. വീണ്ടും അർത്ഥവചനം എന്താണത്? യേശുവിൻ്റെ വലങ്കൈ, ദൈവത്തിൻ്റെ വലങ്കൈ എന്ന് പറയുമ്പോൾ ഈ വലങ്കൈ അർത്ഥമാക്കുന്നത് എന്താ? ശക്തിയുടെ പ്രതീകമാണ്. അപ്പോൾ ദൈവം നമ്മെ അവൻ്റെ ശക്തി ഉപയോഗിച്ച് എന്നെ പിന്തുണയ്ക്കുന്നു, എന്നെ ചേർത്ത് വയ്ക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദൈവം എൻ്റെ ജീവിതത്തിൽ എല്ലാ അപകടത്തിൽ നിന്നും എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കുമെന്നാണ്. അടുത്ത വചനം നോക്കി, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആണ് നാം അനുഗ്രഹിക്കുന്നത്. ഇപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഭക്തിയുടെ വികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്ത് ദൈവത്തെ പിന്തുടരുക എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് നമ്മുടെ ആത്മാവ് എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്ന ഒന്നായി മാറണം, എപ്പോൾ ദൈവത്തെ പിന്തുടരുന്ന ഒന്നായി മാറണം. അതുകൊണ്ടാണ് സങ്കീർത്തനായ ദാവീദ് പറയുന്നത് തൻ്റെ സന്തോഷം ആരാധനയിലൂടെ ദാവീദ് പ്രകടിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഈ ഒരു ദൈവത്തെ ആരാധിക്കുന്ന ദാവീദ് രാജാവിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് നല്ല ഭക്ഷണം സംതൃപ്തിയോടെ കഴിക്കുമ്പോൾ അതിനെ ദാവീദ് താരതമ്യം ചെയ്യാണ് തൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാനും ദൈവത്തെ ചേർന്ന് നിൽക്കാനും ഒട്ടി നിൽക്കുവാനും ദൈവത്തോട് കൂടിയാവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്മയുടെ ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ആത്മാവിനോടും കൂടെ നിന്നെ എപ്പോഴും സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശെല്ലാം ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ കരത്തോട് ചേർത്ത് വെച്ച് അവനെ പിന്തുടരുവാൻ, അവൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.